ഉപ്പയും സി.എം. വലിയുള്ളയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം കണ്ടുമുട്ടിയത് മുതൽ മരണം വരെ തുടർന്ന ബന്ധം. ഉപ്പയും ആ മനുഷ്യനും തമ്മിൽ തർക്കത്തിലായി. കാരണം ഇന്നലെയാണ് ഉപ്പയോട് അതേ സമയത്ത് പൊന്നാനി സിയാറത്ത് നാളെ പോകണം, വണ്ടിയുമായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള തർക്കം തുടർന്നപ്പോ മഹാനായ സി.എം. വലിയുള്ള ഇടപെടുകയാണ്. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട, ഞാൻ ഇന്നലെ അവിടെയും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഉണ്ടായിട്ടുണ്ട്, അന ഖുതുബുൽ ആലം, ഞാൻ ഖുതുബുൽ ആലമാണ് എന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി പറഞ്ഞു. അന്നു മുതൽ ഉപ്പയും സി.എം. വലിയുള്ളാഹിയും തമ്മിലുള്ള ബന്ധം തുടങ്ങി. ഉപ്പയും സി.എം. വലിയുള്ളയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം കണ്ടുമുട്ടിയത് മുതൽ മരണം വരെ തുടർന്ന ബന്ധം. ഖുതുബുൽ ആലമിന്റെ വഫാത്ത് വരെ അല്ല, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ് ഉപ്പന്റെ വഫാത്ത് വരെ തുടർന്ന ബന്ധം. ഉപ്പ ഖുതുബുൽ ആലമിനെ കണ്ടുമുട്ടുന്നത് വൈലത്തൂര് 70കളിൽ വൈലത്തൂരിന്റെ തൊട്ടടുത്ത ഒരു പ്രദേശം പൊന്മുണ്ടം എന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ മഹാനായ സി.എം. വലിയുള്ളാഹി എന്നവർ വരുന്നു എന്ന വിവരം കിട്ടി. അതിൻ്റെ മുൻ പരിചയമില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ ദർസിൽ ഓതുന്ന സമയത്ത് 14 വയസ്സുള്ള സമയത്ത് ഒരു സയ്യിദ് വന്നിട്ട് ഉപ്പാനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തേക്ക്. ആലുവായി അബൂബക്കർ മുസ്ലിയാർ അടുക്കൽ എത്തിയപ്പോ അവിടുന്ന് മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോവുക, ആരെയും തുടരേണ്ടതില്ല, നിങ്ങൾക്ക് പ്രായത്തിലും സ്വഭാവത്തിലും തുടരാൻ പറ്റിയ ഒരാൾ വരും, അന്ന് തുടർന്നാൽ മതി. അത് കേട്ടു പോന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വൈലത്തൂരിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരാൾ മഹാനായ സി.എം. വലിയുള്ളാഹി വന്നു എന്ന വിവരം അറിഞ്ഞത്. ഒരു സ്വാലിഹായ മനുഷ്യനാണ്, വലിയാണ്. ഇത്തരം വിവരങ്ങളൊക്കെയാണ് ഉള്ളത്. നേരെ ചെന്നു, കണ്ടു, പരിചയപ്പെട്ടു. ആ സമയത്ത് മഹാനായ സി.എം. വലിയുള്ളാഹി ഉപ്പയോട് ചോദിച്ചു, ഇവിടെ തൊട്ടടുത്തുള്ള സിയാറത്ത് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? തൊട്ടടുത്തുള്ള സിയാറത്ത് കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. കൂട്ടത്തിൽ പൊന്നാനി പറഞ്ഞു കൊടുത്തു, മഖ്ദൂമിന്റെ ഖബർ, അതുപോലെ തന്നെ ഷെയ്ഖ് ഉസ്മാൻ മുസ്ലിയാരുടെ ഖബർ, ഇങ്ങനെയുള്ള ഖബറുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ എങ്കിൽ നാളെ വരിക, നമുക്ക് അവിടെയൊക്കെ സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാറുമായി ചെന്നു. സിയാറത്ത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു വീട്, പൊന്നാനി വലിയ ജാറത്തിങ്ങൽ തങ്ങന്മാരുടെ വീട്ടിൽ അതിഥികളായിട്ട് ചെന്നു. ഉപ്പക്ക് മുൻ പരിചയമുണ്ട് വീട്. അവിടെ ചെന്ന് ചായ കൊടുത്തു സൽക്കരിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വീട്ടുകാരന് ഉപ്പ മഹാനായ സി.എം. വലിയുള്ളാഹിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ആ വീട്ടുകാരൻ പറഞ്ഞു, എനിക്കറിയാം ഈ മുസ്ലിയാർ ഇന്നലെയും ഇവിടെ വന്നിരുന്നല്ലോ എന്ന്. ഉപ്പ പറഞ്ഞു, ഈ പ്രദേശവും നിങ്ങളെയും മറ്റുമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതും ഇങ്ങോട്ട് വരാം എന്നും ഒക്കെ ഇന്നലെയാണ് ഞാനും മഹാനായ സി.എം. വലിയുള്ളാഹിയും സംസാരിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരിക്കലും മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല. ഉപ്പയും ആ മനുഷ്യനും തമ്മിൽ തർക്കത്തിലായി. കാരണം ഇന്നലെയാണ് ഉപ്പയോട് അതേ സമയത്ത് പൊന്നാനി സിയാറത്ത് നാളെ പോകണം, വണ്ടിയുമായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവര് തമ്മിലുള്ള തർക്കം തുടർന്നപ്പോ മഹാനായ സി.എം. വലിയുള്ളാഹി ഇടപെടുകയാണ്. നിങ്ങൾ എൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട, ഞാൻ ഇന്നലെ അവിടെയും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഉണ്ടായിട്ടുണ്ട്, അന ഖുതുബുൽ ആലം, ഞാൻ ഖുതുബുൽ ആലമാണ് എന്ന് മഹാനായ സി.എം. വലിയുള്ളാഹി പറഞ്ഞു. അന്നു മുതൽ ഉപ്പയും സി.എം. വലിയുള്ളാഹിയും തമ്മിലുള്ള ബന്ധം തുടങ്ങി. ആ ബന്ധം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ബന്ധം. ഒരു ശൈഖും മുരീദും ഉണ്ടാവേണ്ട, ഒരു ഖാദിമുണ്ടാവേണ്ട താഴ്മയോട് കൂടിയിട്ടുള്ള ബന്ധം ഇപ്പൊ തുടർന്നു. എല്ലാ വിഷയത്തിലും മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു. അവസാനം ഉപ്പന്റെ മരണത്തിന്റെ മുമ്പ് അല്ലാ എന്ന് പറയുന്നതിന്റെ ഇടയിൽ സി എം എന്ന് 3 തവണ പറഞ്ഞു. പിന്നീട് അതിന്റെ ഇടയിൽ അല്ലാ എന്നൊരു വാചകല്ലാതെ പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഒരു ഷെയ്ഖിനെ
ഒരാളെ പിടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എൻ്റെ മരണസമയത്ത് എനിക്ക് അള്ളാനെ ഓർമ്മിപ്പിക്കാൻ ഒരാൾ വേണം എന്ന നിലക്കാണോ നമ്മൾ മഹാനായ ഖുതുബുൽ ആലമീനെ പിടിച്ചിട്ടുള്ളത് എങ്കിൽ അത് പൂർണ്ണമായും 100 വട്ടം ശരിയായിരുന്നു എന്നത് ഉപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്.